പി.വി. അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ടാണ് ബേപ്പൂരിൽ എത്തിയത്. അതും മന്ത്രി മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താൻ. LDFുമായി അകന്ന നാൾ മുതൽ തന്നെ മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പി.വി. അൻവർ പറഞ്ഞിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ കുടക്കീഴിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ പി.വി. അൻവർ മത്സര രംഗത്തേക്ക് എത്തുന്നത്, അതും കോഴിക്കോട് ജില്ലയിൽ നിന്നും. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിനും അപ്പുറത്തേക്ക് പ്രവാസികൾ കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂരിലെ മത്സരം കടുകട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് പി.വി. അൻവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചത്, 2 UDFും ജയിച്ചു. 1 മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത്, മറ്റത് നാദാപുരത്ത് KK രമയും വിജയിച്ചു, അതായത് RMPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം എത്തി നോക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നടക്കുന്ന മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമെല്ലാം തന്നെ കോൺഗ്രസ് കൈയടക്കിയപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒപ്പം നിന്നു LDFിനൊപ്പം. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. മാത്രവുമല്ല BJP അവിടെ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ പോലും BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും വഴിമുടക്കികളാകാൻ BJPക്ക് കഴിയും, അല്ലെങ്കിൽ NDA സഖ്യത്തിന് കഴിയും എന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ മുതിർന്ന നേതാക്കന്മാരാരും കോഴിക്കോട് മത്സരരംഗത്തില്ല എങ്കിൽ തന്നെയും യുവതലമുറയെ മത്സരിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് BJPയും പറയുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KM അഭിജിത്ത് തുടങ്ങിയവരെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NCPയുടെ AK ശശീന്ദ്രൻ എലത്തൂരിൽ നിന്നും 38,502 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാണ് നിയമസഭയിലെത്തിയത്. ഇത്തവണ AK ശശീന്ദ്രനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ NCPയിൽ തന്നെ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുള്ള നേതാക്കന്മാർ തന്നെ പുറത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ CPIMന് താല്പര്യം AK ശശീന്ദ്രനെ മത്സരിപ്പിക്കാനാണ്. അല്ലാത്ത പക്ഷം ആ സീറ്റ് CPIM ഏറ്റെടുക്കണമെന്നാണ് അവരുടെ അവകാശവാദം. നിലവിൽ BJP നേതാക്കന്മാരായ പ്രഫുൽ കൃഷ്ണ, പ്രകാശ് ബാബു എന്നിവർ സ്ഥാനാർത്ഥികളാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് 26.4% വോട്ടാണ് ലഭിച്ചത്. 2ാം സ്ഥാനത്തെത്തിയത് സ്വതന്ത്രന്മാരായി മത്സരിച്ച സ്ഥാനാർത്ഥികളായിരുന്നു. 3ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്, 15.4%. ഇത് 2021 മത്സരത്തിലായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ അന്ന് 12.4% വോട്ടുകൾ നേടി. BJPക്ക് 11%. മൊത്തം പോളിംഗ് ശതമാനം 84.9 പുതിയ കണക്കനുസരിച്ച്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ കണക്കനുസരിച്ച് ഏകദേശം 26,57,478 വോട്ടർമാരാണ് ഇപ്പോൾ ഉള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് CPIMും കോൺഗ്രസും കടന്നെങ്കിലും കോൺഗ്രസ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ലീഗിൻ്റെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടായിരിക്കും കോഴിക്കോട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. വിജയം അതിനപ്പുറം മറ്റൊന്നും തന്നെ കോഴിക്കോട് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഏകദേശം 6 സീറ്റെങ്കിലും കുറഞ്ഞത് പിടിച്ചെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം.